ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ല, എല്ലാവർക്കും സുഖമാവട്ടെ. അതിനുവേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്നിവിടെ നല്ലൊരു കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കുമ്പളങ്ങ കറി. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മളിവിടെ 250 ഗ്രാം കുമ്പളങ്ങ നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും 3 പച്ചമുളകും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുമ്പളങ്ങ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം 2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നല്ല കുമ്പളങ്ങ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയിൽ നമ്മൾക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ച് വേണ്ടവർക്ക് പാകത്തിന് ആവശ്യത്തിന് എത്ര മുളക് വേണം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കുറച്ച് വേണമെങ്കിൽ കുറച്ച്, അങ്ങനെ ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. കുമ്പളങ്ങ അവിടെ ഒന്ന് നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് അതിലേക്കുള്ള അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് നന്നായി നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അത് നമ്മളെ കുമ്പളങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഒന്ന് നല്ലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുമ്പളങ്ങ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ആ അരപ്പ് നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നല്ല പോലെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി ഒന്ന് പിഴിഞ്ഞ് വെച്ചിരുന്നു. ആ പുളി പിഴിഞ്ഞത് കൂടി നമ്മൾ ഈ തേങ്ങയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കുമ്പളങ്ങയിലേക്ക് തേങ്ങ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാൻ. പുളി ഇഷ്ടമില്ലാത്തവർക്ക് 1 തക്കാളി കൂടി, നമ്മളൊരു തക്കാളിയാണല്ലോ അതിൽ ചേർത്ത്, അപ്പോൾ പുളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1 തക്കാളി കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ വേവിച്ച കുമ്പളങ്ങയിലേക്ക് അരച്ച് വെച്ച തേങ്ങയും പുളിയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾക്ക് ഇതിൽ കറിയിൽ എത്ര വെള്ളം വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ ഒരു ടൈമിൽ നമ്മളതെല്ലാം നോക്കണം. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ ടൈമിലൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നിങ്ങളെ സപ്പോർട്ട് നമ്മൾക്ക് എപ്പോഴും വേണം. നമ്മളെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സുകളും നമ്മളെ ഫാമിലിയിലുള്ളവരെല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുമ്പളങ്ങ കറി. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. തേങ്ങ ഒക്കെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് വരുന്ന ടൈമിൽ നമ്മൾക്കത് ഓഫാക്കി കൊടുക്കുക. നല്ല തിളക്കണ്ട, ഒന്ന് ചുറ്റിനും ഇങ്ങനെ ഒരു ഇങ്ങനെ വരുമല്ലോ, ആ ഒരു ടൈമിൽ ഓഫാക്കി കൊടുക്കണം. ഇപ്പോൾ അതാ നമ്മളെ കുമ്പളങ്ങ കറി ഇവിടെ നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സ്റ്റൗ ഓഫാക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാനുണ്ട്, ഒന്ന് വറവിട്ടെടുക്കണം. അത് നമുക്ക് ചെയ്യാം. അതിനൊരു പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ച് പാൻ ചൂടായതിന് ശേഷം ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉലുവയും കൂടി ചേർക്കാം. ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം 3 ചെറിയ ഉള്ളി നമ്മൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പില, 2 വറ്റൽമുളക് അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ കുമ്പളങ്ങ കറി ഉണ്ടല്ലോ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ നമ്മളെ കുമ്പളങ്ങ കറി ഇവിടെ നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരേക്കും. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.